സീബ്ര ലൈനുകളിലെ കാൽനട യാത്രക്കാരുടെ സുരക്ഷ സംബന്ധിച്ച് നടപടിയെടുക്കുമെന്ന ഗതാഗത മന്ത്രിയുടെയും ഗതാഗത കമ്മീഷണറുടെയും വാഗ്ദാനം നടപ്പിലായില്ല. സീബ്ര ലൈനുകളിൽ കാൽനട യാത്രക്കാർക്ക് പ്രഥമ പരിഗണന നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശവും നടപ്പിലായില്ല. കേരള വിഷൻ ന്യൂസ് അന്വേഷണ പരമ്പര റോഡ് സുരക്ഷ ജനങ്ങളുടെ അവകാശം. ഏതായാലും ഈ മാസം തന്നെ ഉണ്ടാവും. ഈ മാസം തന്നെ ഒരു സ്പെഷ്യൽ ഡ്രൈവ് ഈ കാര്യത്തിൽ കേരളം മുഴുവൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിക്കൊണ്ട് ഇതിൻ്റെ ഒരു ബോധവൽക്കരണവും ആളുകൾക്കും വാഹന ഉടമകൾക്കും ഡ്രൈവർമാർക്കും എല്ലാം ഒരു ബോധവൽക്കരണം നടത്തുന്നതിനും ഒരു സീരിയസ് ആയിട്ട് ആ വിഷയം ജനങ്ങളെ അറിയിക്കുന്നതിനുള്ള ഒരു ഡ്രൈവ് നടന്നു. ലൈൻ ട്രാഫിക് റൂൾസ് ഒബേ ചെയ്യാൻ എടുത്തൊരു ശ്രമം പോലെ ഈ കാര്യത്തിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഡ്രൈവ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏത് തരത്തിലുള്ള നടപടികളായിരിക്കും എടുക്കുക? പ്രാഥമികമായിട്ട് ഏറ്റവും വൾണറബിൾ റോഡ് യൂസർ എന്ന് പറഞ്ഞാൽ പെഡസ്ട്രിയൻസ് ആണ്. പെഡസ്ട്രിയൻസിനെ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചാൽ മാത്രമേ നമ്മുടെ ഗതാഗത സംസ്കാരത്തിൽ ഈ സേഫ്റ്റി ആംഗിൾ പൂർണ്ണമായി വരുള്ളൂ. നമ്മുടെ ഇപ്പോൾ ഉള്ളത് ഗതാഗത സംസ്കാരത്തിൽ പെഡസ്ട്രിയൻസിനെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് അവർക്ക് പ്രാമുഖ്യം കൊടുക്കാതെ ആണ് പല വാഹനങ്ങളുടെയും സഞ്ചാരത്തിലെ ഒരു രീതി. അത് മാറ്റിയെടുക്കേണ്ടത്, ആ സംസ്കാരം മാറ്റിയെടുക്കേണ്ടത് ഉത്തരവാദിത്തമാണ്. എല്ലാ പെഡസ്ട്രിയൻ ക്രോസിങ്സും നമ്മുടെ ഓഫീസേഴ്സ് നിന്ന് ഇത് നാട്ടുകാരെ പറഞ്ഞ് വണ്ടി തടുത്ത് നിർത്തി പെഡസ്ട്രിയൻസിന് പ്രാമുഖ്യം കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് ഒരു ക്യാമ്പയിൻ തന്നെ നടത്താനും അതിനെ തുടർന്ന് പിന്നെ പതുക്കെ അതിന് എൻഫോഴ്സ്മെൻറ്റും പീനലൈസേഷൻ തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. കൊച്ചിയിലെ സീബ്ര ലൈനുകൾ മറികടക്കാൻ കാൽനട യാത്രക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കേരള വിഷൻ ന്യൂസ് പുറത്തുവിട്ടതിന് പിന്നാലെ ഗതാഗത മന്ത്രി ആന്റണി രാജുവും ഗതാഗത കമ്മീഷണർ എസ് ശ്രീജിത്തും നടത്തിയ പ്രസ്താവനകളാണിത്. ഇനി ഇത് നടപ്പിലായോ എന്ന് പരിശോധിക്കാം. റോഡ് സുരക്ഷയ്ക്കായി സർക്കാർ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നു. പലപ്പോഴും വാഗ്ദാനങ്ങളിൽ മാത്രമാണ് റോഡ് സുരക്ഷ ഒതുങ്ങുന്നത്. മന്ത്രിയും ട്രാൻസ്പോർട്ട് കമ്മീഷണറും പറഞ്ഞതൊന്നും തന്നെ യാഥാർത്ഥ്യമായില്ല എന്നാണ് ഈ ദൃശ്യങ്ങളിലൂടെ നമുക്ക് വ്യക്തമായത്. റോഡ് സുരക്ഷയുടെ കാര്യത്തിൽ സർക്കാരും ഗതാഗത വകുപ്പും കാണിക്കുന്ന അലംഭാവം ഇനിയെങ്കിലും മാറ്റിയേ പറ്റൂ. കാരണം പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. ക്യാമറമാൻ ജിഷ്ണുവിനൊപ്പം അജി കുഞ്ഞുമോൻ, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.